ഹായ് എവരിവൺ, ഞാൻ ബാനർജി ഭാസ്കരൻ ഫ്രം ഓൺവേർഡ് ബിസിനസ് കൺസൾട്ടിംഗ് ആൻഡ് ട്രെയിനിങ് LLP. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് സ്പെസിഫിക്കേഷൻ ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളതിനെ കുറിച്ചാണ്. എന്താണ് ജോബ് സ്പെസിഫിക്കേഷൻ, എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ? ഒരു വളരെ സിമ്പിളായി ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോബ് സ്പെസിഫിക്കേഷൻ എന്നുള്ളത് ഒരു എംപ്ലോയി നമ്മുടെ സ്ഥാപനത്തിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഭാഗവും, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എംപ്ലോയി ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ചില സംഭവങ്ങളുമാണ്. സോ ജോബ് സ്പെസിഫിക്കേഷൻ ഒരു എക്സാമ്പിളിൻ്റെ രൂപത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിൽ നിങ്ങൾ വളരെ ക്ലിയറായി ഓരോ പൊസിഷൻസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഓരോ പൊസിഷൻ്റെ താഴെയും അടുത്ത അതിൻ്റെ ലോവർ പൊസിഷനുകൾ അങ്ങനെ നമ്മൾക്ക് വളരെ ക്ലിയറായ ഒരു സ്ട്രക്ചറുണ്ട്. സോ ഈ ഒരു സ്ട്രക്ചറിൽ നമ്മുടെ സ്ഥാപനത്തിലെ ഒരു പൊസിഷനിലേക്ക് നമ്മൾ ഒരാളെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ പൊസിഷന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സ്കിൽ സെറ്റുകൾ എന്തൊക്കെയാണ്, ആ പൊസിഷന് നമ്മളുടെ കമ്പനി ഓഫർ ചെയ്യുന്ന സാലറി റേഞ്ച് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി എഴുതി തയ്യാറാക്കുന്നതിനെയാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു വ്യക്തി ഇങ്ങോട്ട് വന്നു, ആ വ്യക്തിയുടെ രീതി അനുസരിച്ച് അല്ലെങ്കിൽ അയാളുടെ ഒരു ലെവലും കാര്യങ്ങളും അനുസരിച്ച് നമ്മളൊരു സാലറി ഓഫർ ചെയ്ത് അയാളെ എടുക്കുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ സെയിൽസ് മാനേജർക്ക് എത്ര രൂപ കൊടുക്കാൻ കഴിയും, നിങ്ങളുടെ സെയിൽസ് മാനേജർക്ക് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം, നിങ്ങളുടെ സെയിൽസ് മാനേജർക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ സെയിൽസ് മാനേജർക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് തന്നെ നല്ല ധാരണ ഉണ്ടായിരിക്കണം. അപ്പം ഈ സംഭവമാണ്, ഈ തരത്തിലുള്ള ധാരണ ഡോക്യുമെൻ്റ് ചെയ്യുന്നതിനാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം നമ്മളുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ജോലി ആരംഭിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യേണ്ടുന്ന പ്രവർത്തികൾ എന്തൊക്കെ, അതിൻ്റെ വിവരണമാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത്. അവിടെ നേരത്തെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതോടെ KRA വരും, KPI വരും, അതായത് കീ റിസൾട്ട് ഏരിയാസ് എന്തൊക്കെയാണെന്ന് വരും, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് വരും, അതുപോലെ തന്നെ അയാൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആർക്കാണെന്ന് വരും, അതുപോലെ തന്നെ അയാൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് വരും, എന്തൊക്കെ മന്ത്ലി, വീക്ക്ലി, ഡെയിലി മീറ്റിങ്ങുകളിൽ ഇദ്ദേഹം പങ്കെടുക്കണമെന്നുള്ള അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി തയ്യാറാക്കി കൊടുക്കുന്നതിനാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായും ഒരു സ്ഥാപനത്തിൽ വളരെ കൃത്യമായി ഓരോ പൊസിഷനും ജോബ് സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ചുള്ള, അതായത് നമ്മളുടെ ജോബ് സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള എംപ്ലോയീസിനെ അല്ലെങ്കിൽ സ്റ്റാഫിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ സ്ഥാപനത്തിലേക്ക് ആരെങ്കിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവർ ചെയ്യേണ്ടതെന്നുള്ളതിന് വ്യക്തമായ ധാരണ ജോബ് ഡിസ്ക്രിപ്ഷനിലൂടെ ആ എംപ്ലോയിക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തീർച്ചയായിട്ടും ജോബ് സ്പെസിഫിക്കേഷനും ജോബ് ഡിസ്ക്രിപ്ഷനും ഒക്കെ ഉണ്ടായിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച്, ബാനർജി ഭാസ്കരൻ.